അത് സിന്ധു എൻ്റെ ഒരു എക്സ്പേർട്ടാണ്. ഞാൻ എവിടെയെങ്കിലും ഫോൺ വെക്കണം, സമാധാനത്തിൽ വെച്ചിട്ട് അതിൽ നോക്കി സംസാരിക്കാനാണ് ഇഷ്ടം. നടനും സർവോപരി BJPയുടെ കരുത്തുറ്റ പോരാളിയുമായ കൃഷ്ണകുമാർ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും വലിയ ഒരു കുടുംബം തന്നെയാണ്. വളരെ നല്ല കാര്യങ്ങൾ മാത്രം സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കുടുംബമാണ് കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ കുടുംബം. കൃഷ്ണകുമാർ അദ്ദേഹത്തിനും കുടുംബത്തിനും, അതായത് കുടുംബത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കും അമ്മയ്ക്കുമൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ മണ്ടത്തരോ ഒരു അബദ്ധമോ പറ്റിയാൽ ആരും ചൂണ്ടിക്കാണിക്കാൻ പാടില്ല കേട്ടോ. ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവർ സ്ട്രൈക്ക് അടിച്ചങ്ങ് പൂട്ടിക്കും ചാനൽ. അല്ല, ആ ഒരു ഏർപ്പാടാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചായിട്ടുണ്ട് ഇത്. കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയ്ക്കെതിരെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ, ആ കുട്ടി നടത്തുന്ന കടയ്ക്കെതിരെ എന്തോ ഒരു പ്രശ്നമില്ലേ, ഇതേ അവിടുന്ന് കസ്റ്റമേഴ്സ് സാധനമൊക്കെ മേടിച്ചിട്ട് പരാതി പറയുന്നു എന്ന് ഒന്ന് പറഞ്ഞാൽ കൂടി പറയുന്ന ആളുടെ ചാനൽ അങ്ങ് പൂട്ടിച്ചു കളയും. അങ്ങനത്തെ ഗജഗംഭീരമായിട്ടുള്ള ഒരു യൂട്യൂബ് ഫാമിലിയാണ് നമ്മുടെ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെത്. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ടേ. ഒരു പാവപ്പെട്ടവന് ഹൻസിക മോള്, നമ്മുടെ ഹൻസു, കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ കുട്ടി സ്ട്രൈക്ക് അടിച്ചു കൊടുത്ത്. എന്തിനാന്നറിയണ്ടേ? പറഞ്ഞു തരാം. ആർക്കാണ് കൊടുത്തതെന്നറിയണ്ടേ? അതും പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. കടക്ക് പുറത്തൊന്നും ഞാൻ പറയത്തില്ല. മാന്യമായിട്ടുള്ള കമൻറ്റുകളാണെങ്കിൽ നിങ്ങൾ ഇട്ടു ധൈര്യപൂർവ്വം. ഓക്കെ. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ അപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. അതിലും മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഈ ലൈക്ക് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും അവിടെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പകുതി പേര് മറന്നു പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചത്. ഇനി കാര്യത്തിലേക്ക് വരാം. ചിലപ്പോൾ ഇച്ചിരി ആക്ഷൻസ് ഒക്കെ കൂടിയെന്നിരിക്കും. എൻ്റെ ദൈവമേ, ഇനി അതിൻ്റെ പേരും പറഞ്ഞ് കല്ലെറിയാനായിട്ട് വരണ്ട. ഇച്ചിരി കൂടനോടെ എല്ലാം ഇച്ചിരി കൂടി കിടക്കണം. അതാണല്ലോ യൂട്യൂബ്. കാണുന്നത് മൊത്തം അതാ നമ്മൾ. അപ്പം പിന്നെ നമ്മളത് പറയുമ്പോൾ നിങ്ങൾക്കെന്താ? ചില ആളുകൾക്ക് വലിയ പ്രശ്നമാണ്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു, നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം കേട്ടാ. ഇനി അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഹൻസിക കൃഷ്ണ 2-3 ദിവസമായിട്ട് ഹൻസിക കൃഷ്ണയുടെ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. ഞാനും വീഡിയോ ചെയ്ത ഒരാളാണ്. ഞാൻ ആ കുട്ടിയെ കുറ്റമൊന്നും പറഞ്ഞില്ല കേട്ടോ. വീണ്ടും എനിക്കത് ആദ്യം തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമില്ല. ഞാനൊരു പരിധിയിൽ കൂടുതലെന്നല്ല, ഞാൻ ആ കുട്ടിയെ ആ ഒരു വിഷയത്തിലൊന്നും കുറ്റം പറയാൻ പോയില്ല. അതായത് ശരീരം കാണിച്ച് കാശുണ്ടാക്കുന്ന ഒരു കുട്ടിയായിട്ട് എനിക്ക് ഹൻസികയെ തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ പറയത്തുമില്ല. ഓക്കെ. വളരെ മാന്യമായിട്ട് ഞാനും വീഡിയോ ചെയ്തതാ. പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ നാളെയായിട്ട് എനിക്കും കിട്ടും സ്ട്രൈക്ക്. അതുപോലെ തന്നെ ഹൻസികയെ ഒരുപാട് വിമർശിക്കാതെ, ഒരു ഉപദേശമൊന്നും പറയുന്നില്ല, അത്യാവശ്യം ലൈറ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയ ഒരു യൂട്യൂബർ നിങ്ങൾക്കറിയാമായിരിക്കും, അതുൽ വ്ളോഗ്സ്. അതുലേട്ടായിക്കിട്ട് ഒരു സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. കുറച്ച് മുമ്പ് അവനൊരു സാധനം അയച്ചു തന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിലായി. നല്ല കനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഹായ് അതുൽ വ്ളോഗ്സ്, വി റിസീവ്ഡ് എ കോപ്പിറൈറ്റ് റിമൂവൽ. യൂട്യൂബിൽ നിന്നാണ്. റിമൂവൽ റിക്വസ്റ്റ് ഫോർ യുവർ വീഡിയോ ബേസ്ഡ് ഓൺ ആപ്ലിക്കബിൾ കോപ്പിറൈറ്റ് ലോ, വി റിമൂവ്ഡ് യുവർ വീഡിയോ ഫ്രം യൂട്യൂബ്. അടുത്ത വീഡിയോയും പുറത്തായി. ഹൻസിക സബ്സ്ക്രിപ്ഷൻ വീഡിയോയെക്കുറിച്ച് പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവൻ ടൈറ്റിലും കണ്ടു കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഹൻസികയാണ് അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റിമൂവൽ റിക്വസ്റ്റ് ഇഷ്യൂഡ് ബൈ ഹൻസിക കൃഷ്ണ. ഹൻസിക കൊടുത്ത ഒരു റിമൂവൽ റിക്വസ്റ്റിലാണ് അതുലിൻ്റെ വീഡിയോ പോയതും ചാനലിന് സ്ട്രൈക്ക് കിട്ടിയതും. ഇതിന് മാത്രം അവൻ ആ വീഡിയോയിൽ മോശമായിട്ടൊന്നും, ഞാൻ ആ വീഡിയോ കണ്ട ഒരാളാണ് കേട്ടോ, എനിക്ക് തോന്നിയിട്ടില്ല അവനങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന്. വളരെ മാന്യമായിട്ട് അവൻ കാര്യങ്ങൾ പറഞ്ഞു പോയതേ ഉള്ളൂ. അതും ഹൻസിക കൊച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അതുലേട്ടായി വീഡിയോ ചെയ്തത്. എന്നിട്ട് പോലും അവൻ സ്ട്രൈക്ക് അടിച്ചു കൊടുത്തേക്കുന്നത് എന്തിനത്? ഒന്നും മിണ്ടാൻ പാടില്ലേ? നിങ്ങളെ സപ്പോർട്ട് ഇപ്പം ഇറങ്ങുമായിരിക്കും ചിലപ്പം. കൃഷ്ണകുമാർ അദ്ദേഹവും സിന്ധു ചേച്ചിയും കുടുംബവും എല്ലാവരും ചിലപ്പോൾ ഇറങ്ങും. ഞങ്ങൾക്കാരുടെയും സപ്പോർട്ട് വേണ്ട, ഞങ്ങൾക്കാരുടെയും ഒന്നും വേണ്ട. ഇത് സോഷ്യൽ മീഡിയ ആണ്, മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങളൊരു കണ്ടന്റ് ഇടുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ സ്പേസ് ആണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ നിങ്ങളൊരു സാധനം ഇട്ടു, നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ അത് പ്രൈവറ്റ് ആക്കി വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുറച്ച് ആളുകളിലേക്ക് മാത്രമേ ആ വീഡിയോ എത്താവുള്ളെങ്കിൽ വല്ല സബ്സ്ക്രിപ്ഷൻ പരിപാടിയിൽ മാത്രം ഇടുക. പിടികിട്ടിയോ? അതല്ലാതെ ചെയ്യുമ്പോൾ ആളുകൾ സംസാരിക്കും. ഇനിയിപ്പം വേറൊരു കേസുണ്ട് ഇവിടെ. ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയിലാണ് ഹൻസിക ഒരു വീഡിയോ ഇട്ടത്. അതാണ് ഏതോ ഒരുത്തനെടുത്ത് പുറത്തു കൊണ്ടുവന്നിട്ടത്. സോഷ്യൽ മീഡിയയിൽ ഇതും നടക്കും. പിടികിട്ടിയോ? അതുകൊണ്ടാണത് ചർച്ചയായത്. ഇപ്പോൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല അതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളത്. ഹൻസിക കുട്ടിയുടെ ഒരു പുതിയ ആൽബം റിലീസായി. ഹൻസിക, നമ്മുടെ അഹാന ഡയറക്റ്റ് ചെയ്തത്, ചേച്ചി ഡയറക്റ്റ് ചെയ്ത ഒരു ആൽബം, ഒരു സാധനം ഇപ്പം റിലീസായി.
അതിൻ്റെ ട്രെയിലറിലോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വീഡിയോയിലും കൂടാതെ സിന്ധു കൃഷ്ണയുടെ ബ്ലോഗിലും ഒക്കെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു. ഈ ഹൻസികയുടെ വീഡിയോയെ പറ്റി ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നു. അത് ശരിയായില്ല. ഞാനൊരിക്കലും ശരിയായില്ല, അത് തെറ്റാണ്, അതും ശരിയാണ്, ഞാൻ ഒന്നും പറയുന്നില്ല അതിനെപ്പറ്റി. കഴിഞ്ഞതാണ് ആ ടോപ്പിക്ക് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ കൊച്ചിൻ്റെ വീഡിയോയെ പറ്റി സംസാരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ എന്താണെങ്കിലും ഈ അഭിപ്രായം പറയുമ്പോൾ എന്തിനാണ് അത് നല്ലതായിട്ട് പറഞ്ഞ നന്നായിട്ടൊരാൾ പറയുമ്പോൾ എന്തിനാണ് ഇത്രയും അങ്ങോട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ആ കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ കൊടുത്ത ആ ചാനലെ പൂട്ടിക്കാനുള്ളൊരു പരിപാടി? അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ നിങ്ങളെ പറ്റി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോകളെ പറ്റി ഒരാൾക്കും ഒരു അഭിപ്രായവും ഉണ്ടാകരുതെങ്കിൽ നിങ്ങൾ ഈ പരിപാടി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആളുകൾ സംസാരിക്കും, കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യും? കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമോ? അല്ല, അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. നമുക്കൊരു വീഡിയോ കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കും. ഈ സബ്സ്ക്രിപ്ഷൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തതാണ്. രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പിടിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അപ്പോഴാണ് ഈ സാധനം വരുന്നത്. നമുക്കറിയാവുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ സ്ട്രൈക്ക് അടിച്ചു കൊടുത്ത് അയാളുടെ ഉപജീവന മാർഗ്ഗം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ സംസാരിച്ചേ പറ്റുള്ളൂ. എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങളൊന്ന് കാണൂ, സോറി, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അയ്യോ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടാ. സബ്സ്ക്രിപ്ഷൻ്റെ കേസ് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. ആദ്യമേ കാണിച്ച ആ ചാടി പോകുന്ന ആ കുട്ടിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? പൊതുസ്ഥലം കണ്ടു കഴിഞ്ഞാൽ അപ്പം മറ്റേ മൂത്രം ഒഴിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അതും പിന്നെ നമ്മുടെ രേണു ചേച്ചിയൊക്കെയാണ്. അവരെ ഒന്നും നമുക്ക് വേണ്ട, നമുക്ക് മാറ്റാം. നമുക്ക് കൃഷ്ണകുമാർ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതാണ് കേൾക്കേണ്ടത് മെയിനായിട്ട്. എന്നിട്ട് വേറെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ട്. ആൻഡ് ഇഫ് അഹാന, സിന്ധു കൃഷ്ണകുമാറായിട്ടായി അല്ലെങ്കിൽ ഹൻസിക മോള് വീഡിയോ പല പെൺകുട്ടികളും വീട്ടിൽ പൈസ ചോദിക്കാറില്ല. കാരണം എന്താണെന്നറിയോ? അവർ പൈസ മറ്റു തരത്തിലും ഏൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് പറയട്ടെ, അതായത് ഇവര് ഓൺലൈനിൽ കൂടെ അവരുടെ ശരീര പ്രദർശനം നടത്തിയാണ് പൈസ ഉണ്ടാക്കുന്നത്. ഈ പെൺകുട്ടികൾ മുഖത്ത് കംപ്ലീറ്റ് ഒരു കറുത്ത മാസ്ക് അല്ലെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസും മാസ്കും വെക്കും, അല്ലെങ്കിൽ മുഖം മൊത്തവും കണ്ണു മാത്രം കാണത്തക്ക രീതിയിൽ ഒരാവരണം അങ്ങിടും. ബാക്കി ശരീരഭാഗം കംപ്ലീറ്റ് ന്യൂഡാണ്. എന്നിട്ട് ഓൺലൈനിൽ വന്നിട്ട് മാസ്റ്റുർബേഷൻ നടത്തുക. 10 മിനിറ്റ്സിന് 500 റുപ്പീസ് ഓൺവേർഡ്സ്. പിന്നെ അവരുടെ ആ ബോഡിയുടെ ഫിഗർ എങ്ങനെ ഇരിക്കുമോ, അവർ എത്ര നല്ല രീതിയിലാണോ അത് പ്രസന്റ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ അനുസരിച്ചാണ് അവരുടെ റേറ്റ് കൂടുന്നത്. അപ്പം ഇതിന്റെ കുറച്ചൊരു കാലം അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല. പൈസ കൊണ്ട് നമുക്ക് എല്ലാം നേടാൻ കഴിയില്ലല്ലോ. ഒരു 25 വയസ്സ് അല്ലെ 30 വയസ്സാകുമ്പോഴത്തേക്ക് ഷുവർലി ഇവരെല്ലാം സൂയിസൈഡിലേക്ക് പോകും. ലൈംഗികത എന്നത് മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതം. അതിന്റെ പിന്നിൽ ഒരുപാട് തത്വങ്ങളുണ്ട്. മനുഷ്യനെ മനസ്സിലാക്കി ഒരു ഡോക്ടറാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. കൃഷ്ണകുമാറിന് പറയാനുള്ള കേൾപ്പിക്കാമേ. അതിന് മുമ്പ് ഇതൊന്ന് കേൾപ്പിക്കണമെന്ന് തോന്നി. ഞാനും എപ്പോഴും ഇതിന് മുമ്പ് ചെയ്തൊരു വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്, മണി ഈസ് ദ മാറ്റർ. പൈസ വേണം. പൈസ ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒന്നും നടക്കത്തില്ലടേ. പൈസ വേണം. പക്ഷെ പൈസയ്ക്ക് വേണ്ടി ഞാൻ തന്നെ ഇന്നത്തെ രാവിലത്തെ വീഡിയോയിൽ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. മാസ്ക് ഒക്കെ ഇട്ടിട്ട് വന്നിരുന്ന് കാണിക്കേണ്ട സാധനങ്ങളൊക്കെ കാണിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കാശുണ്ടാക്കുന്നുണ്ട് മാസ്ക് ഇട്ടിട്ട്. പക്ഷെ ഏതെങ്കിലും ഒരു കാലത്ത് അതാരായിരുന്നു എന്ന് 10 പേർ അറിയുമ്പോൾ ഒരു നാണക്കേടുണ്ടാവും. ആ കാണിക്കുന്ന വ്യക്തിക്കുണ്ടായില്ലെങ്കിലും അയാളുടെ കുടുംബത്തിനുണ്ടാവും. മനസ്സിലായോ? ഇനി അതല്ല, ചില ആളുകൾ മുഖം വരെ കാണിച്ചുകൊണ്ട് വന്നിരുന്ന് കഥയൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് ശരീരം. അവർ ചിലപ്പോൾ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ളവരായിരിക്കും. പ്രത്യേകിച്ച് ഇനി നോക്കാനൊന്നും കാണത്തില്ല. ഇനി എനിക്കൊരു കല്യാണം അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാനങ്ങ് കാശുണ്ടാക്കാം. നാളെ അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ എത്രയൊക്കെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നാളെ കോളേജിലോ സ്കൂളിലോ ഒക്കെ ആ കുട്ടികൾ പോകുമ്പോൾ ഉറപ്പായിട്ടും അവർ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. കൂടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് നാണക്കേട് നല്ല രീതിയിൽ, ചെറുതായിട്ടായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ കാരണം നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ പോയി ആ ഒരു അവസ്ഥ വരും. ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു തലമുറയെ തന്നെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലോട്ടാണ് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു പോക്ക്. പലപ്പോഴും ഈ പറയും ഇന്ന വേഷം ഇപ്പൊ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇപ്പൊ കൃഷ്ണകുമാരേട്ടനെ സംബന്ധിച്ച് ഇപ്പം വീട്ടിൽ ഈ 4 പെൺമക്കളെയും അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അക്കാര്യങ്ങൾ ഈ വേഷത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുകയാണോ? അല്ല, ഈ വസ്ത്രധാരണം ഒന്ന് ഇപ്പോ
നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോഡിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് കേരളമല്ല, ലോകത്തെവിടെയാണെങ്കിൽ. പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രവും ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക. ഈ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കൊടുക്കും, എടുത്ത് എവിടെ വേണോ നിങ്ങൾക്ക് പോകാം, പോകുന്നതിന് കുഴപ്പമില്ല. ബാക്കി കേൾപ്പിക്കാം. കൃഷ്ണകുമാർ ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. പണ്ട് പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ കുത്തിപ്പൊങ്ങി വന്നുകൊണ്ടിരിക്കുക. അതിന് മുമ്പ് ആ ഡോക്ടർ പറഞ്ഞ് തീർത്തു. ഞാൻ വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. കൃഷ്ണകുമാർ ചേട്ടൻ്റെ ഇതൊന്ന് കേൾപ്പിക്കാൻ കാരണം, ചേട്ടാ നിലപാടിൽ ഉറച്ചു നിൽക്കുക, എന്നിട്ട് പെൺകുട്ടികളോട് പറ, മനസ്സിലായോ? ഇപ്പോഴും ഞാൻ പറയുന്നു, ചേട്ടൻ പറഞ്ഞോണൊക്കെ ഞാൻ കടുംപിടുത്തമൊന്നും പിടിക്കുന്നില്ല. ദേഹം മൊത്തം അങ്ങോട്ട് മറച്ച് അങ്ങനെ നടക്കണം, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് എന്തിലേക്കാണ് നയിക്കുന്നത് എന്നുള്ളൊരു സാധനത്തിൻ്റെ ഒരു അറിവ് നിങ്ങൾക്കും മക്കൾക്കും വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. മകൾക്കെതിരെ, ഹൻസികയ്ക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നത്. കാരണം ഇന്ന് ആളുകൾക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം അറിയാവുന്നത് അവിടെ വൃത്തികേടാണ്, അല്ലെങ്കിൽ അങ്ങനെ ആക്കി ഇവിടെ കുറേ സ്ത്രീകൾ, പുരുഷന്മാരല്ല കുറേ സ്ത്രീകൾ തന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പരിപാടി തുടങ്ങിയിട്ട് അതിനകത്തൂടെ പല വൃത്തികേടുകളും കാണിച്ചു കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു സ്പേസ് വൃത്തികേടുകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് എന്നുള്ളൊരു സാധനത്തിലേക്ക് എത്തിച്ചു. അവിടെ നിങ്ങളുടെ മകൾ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കുറച്ച് എക്സ്പോസ് ചെയ്യുമ്പോൾ നെഗറ്റീവ്സ് വരും. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ സപ്പോർട്ട് ചെയ്താലും നിങ്ങളുടെ മകൾ വന്ന് നമുക്ക് സ്ട്രൈക്ക് അടിച്ച് തരും. ഏത് ആ പരിപാടിയാണ്. പക്ഷേ ആളുകൾ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് അവരെ നമുക്കൊരു പരിധി കൂടുതൽ എന്ത് പറയാനാ? ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്, കാഴ്ചപ്പാടുകളാണ്. അവർ പറയും. വാ മൂടി കെട്ടിക്കാനൊന്നും ഇവിടെ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. എനിക്ക് എൻ്റെ ഒരു മെൻറ്റാലിറ്റിയിൽ അത് കണ്ടപ്പോൾ അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷെ ആ സ്പേസ്, ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു സ്പേസിൽ ഇത് വേറെ തരത്തിലാണ്. ആളുകൾ ഈ സബ്സ്ക്രിപ്ഷനെ കാശുണ്ടാക്കാൻ ശരീരം കാണിക്കുന്ന ഒരു സ്പേസായിട്ട് ആക്കിയെടുത്തു. അവിടെ നിങ്ങളുടെ ഹൻസിക മോള് ചെന്ന് ഈ പരിപാടി കാണിക്കുമ്പോൾ ഉറപ്പായിട്ടും ആളുകൾ പറയും. തുണി അഴിച്ചുകൊണ്ട് പൈസ ആക്കുന്ന കാലഘട്ടമാണ്. എന്താ പറയാനുള്ളത്? ഒരാൾ പറയുന്നത് അറിയാം ഇയാളെ ഇതല്ല വേണ്ടത്. എങ്കിലും പൈസ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയല്ല. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ സെക്സ് കാണിക്കാനും അതിന് മറ്റുള്ള ഇത് ഒരാളെല്ലാം കാണുന്നത് ഒരുപാട് ജനങ്ങൾ കാണാനായിട്ട് അതുമാത്രമായിട്ട് വേറെ എന്തെങ്കിലും സംഭവിക്കില്ല. നമ്മളുള്ള കുട്ടികളാണെങ്കിൽ ആരെങ്കിലും കാണാൻ എന്തെങ്കിലും കാരണം കൊണ്ടിട്ടാവാം ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. ഇത് ആവശ്യമില്ല. കേട്ടല്ലോ, ഒരു സ്ത്രീ തന്നെ പറയുന്നതാണ് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ച് കാശുണ്ടാക്കുന്നത് നിങ്ങളെ വലിച്ചങ്ങ് കീറാൻ. ചേച്ചിക്ക് അങ്ങനെ പറയാം, വലിച്ച് കീറാൻ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതേ കീറാഞ്ഞിട്ട് തന്നെ സ്ട്രൈക്ക് അടിച്ച് കൊടുക്കുക. ചില വലിയ കുടുംബക്കാർ, വലിയ പാർട്ടിയിൽ പിടുത്തമുള്ള ആളുകൾ അങ്ങ് അടിച്ച് നശിപ്പിച്ചേക്കുക. വേണ്ട, അവനൊന്നും ജീവിക്കണ്ട. എൻ്റെ മോൾക്കെതിരെ അല്ലെങ്കിൽ എനിക്കെതിരെ സംസാരിച്ചാൽ വേണ്ട, പൂട്ടിക്ക് ചാനല്. ആ ഒരു പരിപാടി വെറും വൃത്തികെട്ട പരിപാടി കേട്ടോ. അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എന്താ അത്? അറ്റ്ലീസ്റ്റ് ആ വീഡിയോയിൽ എന്താ ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയിട്ട് അടിച്ച് പൂട്ടിക്കാൻ നടക്കുക. ഇത് മാത്രമല്ലല്ലോ, സ്ത്രീകൾക്ക് വേറെ എന്തൊക്കെ കാശുണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് വന്നിട്ട് ഈ പൊതുജനങ്ങൾ ഇതുപോലെ അഴിഞ്ഞാടിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ അങ്ങനെ പറയാൻ കാരണം? അവർക്ക് അതിൽ നിന്നാവുമ്പോ ഈസിയാ, വേറെ പണിയൊന്നുമില്ല. പക്ഷെ അവര് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അവരവരുടെ ലൈനിലേ പോകൂ. അപ്പൊ അവരവരുടെ ശരീരം വിറ്റ് ജീവിക്കുന്നവരെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് അവരുടെ ഒരു ഇതാണ്. പക്ഷെ അതൊക്കെ നിർത്താനുള്ള നിയമം വരണം. അങ്ങനെ പൈസ ഉണ്ടാക്കണ്ടെന്നേ. മതി. ആ ലാസ്റ്റത്തെ ഐറ്റം ഏതാണെന്ന് അറിയാലോ, അതിൻ്റെ ഒന്നും ഞാനൊന്നും കാണിക്കുന്നില്ല. നിയമം കുറച്ചും കൂടെ സ്ട്രോങ് ആവണം. പ്രത്യേകിച്ച് ഈ കാണിച്ച് കാശുണ്ടാക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇതിൽ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യേണ്ടവർ പല സൈറ്റുകളുണ്ട്, അങ്ങോട്ട് ചെല്ലുക. അതാണ് കുറച്ചുകൂടെ നല്ലത്, മനസ്സിലായോ? ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഈ സബ്സ്ക്രിപ്ഷൻ വഴിയാണെങ്കിലും ചില ആളുകൾ പറയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം കാണിക്കാനാണ്. പക്ഷെ അതിനകത്ത് കയറിയാൽ ആളുകൾ റെക്കോർഡ് ചെയ്യിടും, സ്ക്രീൻ റെക്കോർഡ് ചെയ്യും, ഇല്ലെങ്കിൽ വേറൊരു ഫോൺ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യും നിങ്ങളുടെ സാധനം, എന്നിട്ട് എടുത്ത് പുറത്ത് വിടും. എന്നിട്ട് പിന്നെ അതിൻ്റെ പേരും പറഞ്ഞ് കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഈ ഒരു വിഷയത്തിൽ. ഈ സ്ട്രൈക്ക് അടിച്ച് ഹൻസിക മോളുടെ ഈ പരിപാടി ഉണ്ടല്ലോ, ചേച്ചിക്കുണ്ടായിരുന്ന ആ ഒരു പരിപാടി, ചേച്ചിക്ക് ആ ഒരു പരിപാടി പിന്നെ വീട്ടിൽ കയറി വരിക, പോലീസുകാരുടെ പിടിപാടുള്ളത് കൊണ്ട് അങ്ങനെ അങ്ങോട്ട് ജനങ്ങളെ ഉപദ്രവിച്ച്
ഒരു ആൾക്കാരുടെ കയ്യിൽ നിന്ന് പുച്ഛം മാത്രം കിട്ടും കേട്ടോ. ആളുകൾ ഇപ്പോൾ കുറച്ചൊക്കെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു കുടുംബത്തിന് എന്തൊക്കെ തോന്നിയ ദിവസം കാണിച്ചാലും നിങ്ങളുടെ വീഡിയോ കാണാൻ ആളുകളുണ്ട്. ഈ അഹങ്കാരം ഒരു പരിധി വിട്ടിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല. ഞാൻ തന്നെ കാണിച്ചു തരാം കുറച്ച് കമൻറ്റുകൾ. ഇവരുടെ തന്നെ വീഡിയോകളിൽ വന്ന ഒരുപാട് കമൻറ്റുകളുണ്ട്, ഞാനത് മറന്നുപോയി. സിന്ധു കൃഷ്ണയുടെ ഒരു വീഡിയോ ഐഡിയിൽ വന്നിരിക്കുന്നതാണ്. സോറി ടു സേ ബട്ട് യുവർ കിഡ് ഈസ് എ ഓൺലൈൻ പ്രോസ്റ്റ്. ബാക്കി ഞാൻ പറയുന്നില്ല, എന്താണെന്ന് കണ്ടല്ലോ. ഓൾ ദ സെക്ഷലി suggestive poses by such a young woman is quite concerning. Nothing empowering about that honestly. ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂഷൻ തന്നെ മക്കൾ ക്യാഷ് വാങ്ങി ന്യൂജ് വിൽക്കുന്നത് ബേബി ചെയ്യുന്നതിനൊന്നും അമ്മ അറിയുന്നില്ലേ? ഓ എൻ്റെ ദൈവമേ, ഇങ്ങനെയുള്ള കമൻറ്റുകൾ സിന്ധു കൃഷ്ണയുടെ വീഡിയോ അടിയിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണ്, ഇതൊക്കെ നിങ്ങളൊന്ന് കാണ്. ഈ റിയാക്ട് ചെയ്യുന്നവർ മാത്രമല്ല, സാധാരണ ഇതൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ആളുകൾക്കും മനസ്സിലാവുന്നുണ്ട്. അവരും വന്ന് നേരിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ വീഡിയോ അടിയിലൂടെ, നമ്മുടെ അല്ല, നിങ്ങളുടെ വീഡിയോയുടെ അടിയിലൂടെ തന്നെ പറയുന്നു. എന്നിട്ടും നിങ്ങളെന്തിനാ നമ്മളോടൊക്കെ ഈ വൈരാഗ്യം? ജനങ്ങൾ പൊട്ടന്മാരല്ല എന്നൊന്ന് മനസ്സിലാക്കുക. ഹൻഷികയുടെ ഒരു വീഡിയോ അടി വന്നേക്കുന്നതാണ്. ഫോളോവേഴ്സ് കൂടിയപ്പോൾ 299 to 399 ആക്കി റേറ്റ്. വീട്ടിൽ ഇത്ര പൈസ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. ബ്രോ, ഐ ആം ജെൻസി കിഡ്. ഐ ലവ്ഡ് ആൻഡ് സപ്പോർട്ടഡ് യുവർ ഡ്രസ്സിംഗ് സെൻസ് ആൻഡ് ഡാൻസിങ് വീഡിയോസ് ബട്ട് ദിസ് ഈസ് സോ ചീപ്പ്. ഐ നെവർ എക്സ്പെക്റ്റഡ് ദിസ് ഫ്രം യു. ഹൻസിക, ഇതൊക്കെ ഒന്ന് കേൾക്കണം നിങ്ങൾ, മനസ്സിലായോ? നിങ്ങളുടെ പൂക്കൾ എന്ന് പറയുന്നൊരു സാധനം ഇപ്പം റിലീസായിട്ടുണ്ടല്ലോ, അതിൻ്റെ അടിയിലും വന്നിരിക്കുന്നതാണ്. ഡിസിപ്ലിൻ യു യങ്ങർ സിസ്റ്റർ, ഇഫ് പോസിബിൾ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ട്രെൻഡ് ഈസ് റിയൽ, ഇറ്റ്സ് വൾഗർ ആൻഡ് ഇറ്റ്സ് യുവർ ചോയ്സ് ആഫ്റ്റർ ഓൾ. ഇത് സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഈ സബ്സ്ക്രിപ്ഷനിലൂടെ സ്ത്രീകൾ കാണിച്ചു കൊടുക്കുന്ന വേറെ സാധനങ്ങളാണ് ഇവിടെ കുറേ ആയിട്ട്. ഓക്കെ, അതുകൊണ്ട് ആര് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയാലും, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയാലും ഒന്നുമല്ല, സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഇങ്ങനെയുള്ള കുറച്ച് എക്സ്പോസിങ് വീഡിയോസ് കാണിച്ചാൽ നാട്ടുകാർ തെറി പറയും. അയ്യോ, ഈ കൊച്ചു മറ്റവരെ പോയായോ എന്ന് ചോദിക്കും. അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നാട്ടുകാരൊന്നും മിണ്ടരുത്, കണ്ടോണ്ടിരുന്നെങ്കിൽ മിണ്ടാതെ പോയാൽ മതി. അത് നടക്കുകയില്ല. അത് രാജഭരണകാലത്തെ പരിപാടി. അതിവിടെ ഇറക്കാൻ ശ്രമിക്കരുത്, നടക്കത്തില്ല. ഇഷ്ടം പോലെ ഹായ് അഹാന, ഡിഡ് യു സീ Hansika's video? Seriously girl, it was shocking for me because I always see her as a little sister which nowadays show disgusting actions. കാരണം സ്ഥിരം കാണുന്ന ആളുകളാണ് ഇത് പറയുന്നത്. അഹാന അല്ലെങ്കിൽ ഇഷാനി, ദിയ, ഇവരുടെയൊക്കെ അച്ഛനമ്മമാർ എല്ലാവരും ഇതൊക്കെ ഒന്ന് കാണുക. വളരെ ഡീസൻ്റ് ആയിട്ട് വരെ ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട് ഈ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഇതൊന്നും കാണാതെ കണ്ണടച്ച് മാറിയിരുന്നിട്ട് നാട്ടുകാരെ തെറി പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരുപാട് കമൻറ്റുകളുണ്ട്, ഒരുപാട് ഇതുപോലെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല ഇവിടെ. വൃത്തികെട്ട ജന്തു, തൂത്തി, ഓഫ് എൻ്റെ പൊന്നെ, വൃത്തികെട്ട കമൻറ്റുകളുണ്ട്. എനിക്കതൊന്നും കാണിക്കാൻ വയ്യ. വേറെണ്ണമുണ്ട്, ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, ഞാൻ വായിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം. അഹാനയുടെ അല്ല ഹൻസികയുടെയൊക്കെ വീഡിയോ അടി കിടപ്പുണ്ട് ഇഷ്ടം പോലെ. Did not expect this from you, Anjika. After watching all your troll videos, disappointed. You are a rich girl. Why do you want to make money putting such videos in YouTube? I respect Krishnakumar sir. Don't spoil his name എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെയുണ്ട്. സ്ട്രൈക്ക് അടിച്ച് പാവങ്ങളായിട്ടുള്ള റിയാക്ഷൻ ചാനലുകാരെ പൂട്ടിക്കുന്നതിന് മുമ്പ് ഒന്ന് കുടുംബത്തോടിരുന്ന് ആലോചിക്കുക. എന്നിട്ട് എന്താണ് ഇന്ന് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന പരിപാടിയിൽ ഇവിടെ സ്ത്രീകൾ വന്നിട്ട് കാണിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഹൻസിക നോർമലായിട്ട് ഇഷ്ടംപോലെ, ഹൻസിക ഇച്ചിരി മോഡലാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പല ടൈപ്പ് ഓഫ് വീഡിയോസ് ഹൻസികയുടെ നോർമൽ റീൽസിൽ തന്നെ വന്നിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇതിന് മുമ്പും ഈ ഒരു കണ്ടന്റ് ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞത്. ഈ ഒരു കണ്ടന്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഇത്രയേ ഉള്ളൂ. ഹൻസിക കാശിന് വേണ്ടി ചെയ്യുന്നൊരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൾ പണ്ടും ഇതുപോലുള്ള കുറച്ച് എക്സ്പോസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രസ്സ് ഇത്തിരി മോഡേൺ ഡ്രസ്സിലുള്ള വീഡിയോകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ചെയ്യാതിരിക്കുക, അതിനകത്ത് പോയി. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. പിന്നെ വേറൊരു കാര്യം, കൃഷ്ണകുമാർ അദ്ദേഹവും കുടുംബവും ചാനൽ അടിച്ച് നശിപ്പിക്കല്ലേ, ജീവിച്ചോട്ടെ പാവങ്ങൾ, നമ്മളും ഒക്കെ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.